എന്തായി പോയ കാര്യം? ഞങ്ങളുടെ ഒരു കമ്പനിക്കാരൻ തന്നെയാ ഇപ്പോ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാ. അവിടെ പോകണമെന്നും അവനെ കാണണമെന്നും കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനവിടെ തിരക്കി, പക്ഷെ അവിടെ ചെന്നിട്ടില്ല. ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ മാറി നിൽക്കണമെങ്കിലോ എന്നോട് പറയാറുള്ളതാ. പിന്നെ ഇത് മാത്രം എന്നോട് എന്തിനാ മറച്ചു വെച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്കറിയാവുന്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലവും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ തിരക്കി, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. സത്യമ്മയുടെ റിലേഷനിൽപ്പെട്ട ആരുടെങ്കിലും വീട്ടിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതും നമ്മൾ നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാ പറയാതെ പോന്ന്? പറഞ്ഞിട്ട് പോവാലോ. ഈ ഒരു ഒളിച്ചുകളി നടത്തുന്നത് എന്തിനാ? ഇന്ന് വരെ ഇതുപോലെ വിഷ്ണുവേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ, ഇന്നലെ വല്ല വഴക്ക് വല്ലതും ഉണ്ടായോ? ആശന് സങ്കടം ഉണ്ടാകുന്ന വല്ല സംഭവം? ഏയ്, അങ്ങനെ നീ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കുക. ഇല്ലെങ്കിൽ ആ കടപ്പുറത്ത് പോയി തിരമാലി നോക്കിയിരിക്കും. ഇത് മറ്റെന്തോ ആണ്. ആശൻ എവിടെയോ ലോക്കായിരിക്കണം. അതാ ഫോൺ പോലും എടുക്കാത്തെ. മേഡം, മേഡം അന്വേഷിക്കണമെന്ന് പറഞ്ഞ ആ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. കമല, നീയും കൂടെ വാ. അല്ല, ഇതെങ്ങോട്ടാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ആശാൻ എവിടേക്കാ പോയെന്ന് ഇപ്പൊ അറിയാൻ പറ്റും. വാ. ഇപ്പൊ ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. പക്ഷേ ഇനി ഡോക്ടർ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ ചിലപ്പോ ബുദ്ധിമുട്ട് വന്നേക്കാം. എനിക്കല്ല, എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക്. കാരണം അതങ്ങനെയാണ് ഡോക്ടറെ. സൂര്യന്റെ എന്നേക്കുമായിട്ടുള്ള അസ്തമനം ആരും ആഗ്രഹിക്കില്ലല്ലോ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. പേടിക്കേണ്ടതായ കാര്യവുമില്ല. ഒരു ചെറിയ പ്രോബ്ലം, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മേജർ ആവും. സദാശിവൻ ഡോക്ടറെ, എന്റെ അച്ഛൻ എനിക്ക് പാരമ്പര്യമായിട്ട് തന്നത് സ്വത്ത് മാത്രമല്ല, ഈ അലമ്പ് രോഗവും കൂടിയാ. അച്ഛൻ മരിച്ചതും ഹാർട്ട് പ്രോബ്ലം കൊണ്ട് തന്നെ. എന്റെ വിസയും വരുന്നത് ഏതാണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം.